സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉള്ളതുകൊണ്ട് നമുക്ക് എന്തും വിവാദമാക്കാമെന്ന് തോന്നുന്നത് വളരെ അപലപനീയമാണ്. കാരണം ഏത് കാര്യങ്ങൾ നമ്മൾ വിവാദമാക്കണം, ഏതാണ് നമ്മളിങ്ങനെ വിഷയമാക്കേണ്ടതെന്നൊക്കെ ഒരു സാമാന്യ ബോധം പോലും ഇല്ലാതെ പെരുമാറുന്ന കുറച്ച് ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. അന്തരിച്ച നടൻ ശ്രീനിവാസൻ്റെ ഭൗതിക ശരീരത്തിൽ പുഷ്പചക്രം അർപ്പിച്ച് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിയ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ആ ദൗത്യം കഴിഞ്ഞ് ഒരു പിതാവിൻ്റെ വാത്സല്യത്തോടെ ആ ഭൗതിക ശരീരത്തിന് അടുത്തിരിക്കുന്ന ധ്യാൻ ശ്രീനിവാസൻ്റെ തോളിലിങ്ങനെ കൈവച്ചു. പെട്ടെന്ന് അവനിങ്ങനെ ഞെട്ടിപ്പോയി. പക്ഷെ എഴുന്നേറ്റ് നിന്ന് ആദരിച്ചില്ല എന്ന് ആണ് ഇപ്പോൾ ഒരു വിവാദം ഉണ്ടായിരിക്കുന്നത്. നിങ്ങളെ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ചില മൂല്യങ്ങളുണ്ട്. അവിടെ കിടക്കുന്ന ഒരാൾ ധ്യാൻ ശ്രീനിവാസൻ്റെ പിതാവാണ്. അതിനേക്കാൾ അപ്പുറം വേറെ ഒന്നുമില്ല. അതിന് മുഖ്യമന്ത്രിക്ക് ഇതിൽ യാതൊരു പരിഭവമില്ല. അദ്ദേഹം ഒരു പിതാവിൻ്റെ വാത്സല്യത്തോടു കൂടിയാണ് അവനെ ഒന്ന് സ്പർശിച്ചു. ആ നടപടി കഴിഞ്ഞു, അദ്ദേഹം തിരിച്ചുപോയി. അദ്ദേഹത്തിന് യാതൊരുവിധ പരിഭവമോ പരാതിയോ ഇല്ല. അദ്ദേഹത്തെ ആദരിക്കാനും ഔദ്യോഗിക ബഹുമതിയോടു കൂടി തന്നെയാണ് അദ്ദേഹം അവിടെ എത്തിയതും തിരികെ പോയതുമൊക്കെ. പക്ഷേ കുടുംബക്കാർ ആദരിച്ചില്ല എന്ന് പറഞ്ഞിട്ട് വിവാദം ഉണ്ടാക്കുന്ന ആദ്യം റിപ്പോർട്ട് ചെയ്ത ആളെ ശരിക്കും പറഞ്ഞാൽ അയാളെ ഒന്ന് വെളിച്ചത്തിൽ കൊണ്ടുവരുന്നത് നല്ലതാണ്. ഒരു സാമാന്യ ബോധമുള്ള മനുഷ്യത്വമുള്ള ഒരു വ്യക്തിയാക്കാനെങ്കിലും അയാൾ എന്താണ് എന്നെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ അയാളെ ഈ പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതാണ്. എന്താണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? ഒരു മരണ വീടെന്ന് പറയുന്നത് അവിടെയുള്ള ആ വീട്ടുകാരെ ആശ്വസിപ്പിക്കാനാണ്. ഇനി ദേവേന്ദ്രൻ തന്നെ, ഇനി ഈശ്വരൻ തന്നെ നേരിട്ട് വന്നാലും ആരും എണീറ്റ് കൊടുക്കേണ്ട കാര്യമില്ല. അവരെ ആശ്വസിപ്പിക്കാനും അവരുടെ ദുഃഖത്തിൽ പങ്കുചേരാനുമാണ് ഓരോ വ്യക്തികളും അവിടെ എത്തിച്ചേരുന്നത്. അവിടെ സ്ഥാനമാനങ്ങൾക്ക് അനുസരിച്ച് പിന്നെ പ്രോട്ടോകോൾ പ്രകാരം ഇങ്ങനെ ബഹുമാനിക്കേണ്ട ഒരു വേദിയല്ല അത്. അതെന്താണ് താങ്കൾ മനസ്സിലാക്കാത്തത്? കഷ്ടം. ഇത്രയും തരം താണു പോകരുത്. നമുക്കതിന് കഴിയില്ല. കാരണം നമ്മുടെ വീട്ടിലും മരണങ്ങൾ നടന്നിട്ടുണ്ട്. അവിടെ ഇതുപോലെ ആൾക്കാർ വരുമ്പോൾ നമുക്ക് എണീക്കാൻ കഴിയില്ല. അവരെ കാണുമ്പോൾ കൂടുതൽ സങ്കടം കൂടുകയാണ് ചെയ്യുന്നത്. അല്ലാതെ അവിടെ എണീറ്റ് നിന്ന് ആദരിക്കാനും ബഹുമാനം കൊടുക്കാനും അവിടെ കിടക്കുന്നതേ വേറൊരാളും അല്ല കേട്ടോ. ധ്യാൻ ശ്രീനിവാസൻ്റെ സ്വന്തം പിതാവാണ്. ഈ ലോകം അംഗീകരിക്കുന്ന ഒരു കലാകാരനാണ്. എന്തിനാണ് സ്വന്തം റീച്ച് കൂട്ടാനും വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു വിഷയം എടുത്തിടുന്നത്? സ്വയം മരിക്കുമ്പോഴെങ്കിലും ഒന്ന് മനസ്സിലാക്കാൻ തൻ്റെ ആത്മാവിനെങ്കിലും കഴിയട്ടെ. കഷ്ടമായിപ്പോയി.